السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بالله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ആദരണീയനായ അധ്യക്ഷൻ, നമ്മുടെ മഹല്ല് ഖാദി കൂടിയായ അഹമ്മദ് കുട്ടി ഫൈസി അവറുകളെ, ഇന്നിവിടെ പ്രഭാഷണം നടത്തിനു വേണ്ടി എത്തിയിട്ടുള്ള കേരളത്തിലെ അനുഗ്രഹീത പ്രഭാഷകനും പണ്ഡിതനുമായ എൻ്റെ ബഹുമാന്യ സുഹൃത്ത് അൻവർ മുഹിദ്ദീൻ ഹുദവി അവറുകളെ, വേദിയിൽ സന്നിഹിതരായ ബഹുമാനരായ പണ്ഡിതന്മാരെ, പൗരപ്രമുഖരെ, പ്രിയപ്പെട്ട ഈ മതപ്രഭാഷണ പരിപാടിയുടെ സംഘാടകരെ, ഈ പ്രഭാഷണ പരിപാടി കേൾക്കുന്നതിന് വേണ്ടി വളരെ ആവേശപൂർവ്വം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SKSSFന്റെ ആഭിമുഖ്യത്തിൽ മജ്ലിസ് നൂറിന്റെ വാർഷികവും 3 ദിവസത്തെ മതപ്രഭാഷണ പരിപാടിയുമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. 2ാമത്തെ ദിവസം ദജ്ജാലിന്റെ ആഗമനം എന്ന വർത്തമാനകാലത്ത് വിശ്വാസികൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട വിഷയത്തെ അധികരിച്ചുകൊണ്ടുള്ള ഒരു പ്രഭാഷണമാണ് ഇവിടെ തുടങ്ങാനിരിക്കുന്നത്. ഇത്തരത്തിലുള്ള അള്ളാഹുവിനെ ഓർമ്മിക്കാൻ അവസരമൊരുക്കുന്ന മതപ്രഭാഷണ പരിപാടികളാണ് ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ദീനിയായ ചൈതന്യം നിലനിർത്താൻ ആവശ്യമായ വലിയൊരു സംരംഭമായി ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സിട്ടാവിനെ നിരന്തരം ഓർമ്മിക്കാനും സിട്ടാവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാൻ തഖ്വയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനുള്ള പ്രേരണ എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഭൗതികമായ ചുറ്റുപാടിൽ ഒട്ടേറെ ആർഭാടങ്ങളുടെയും ആസ്വാദനത്തിന്റെയും ഗൗരവതരമായി ആലോചിക്കേണ്ട വിഷയങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മനസ്സിനെ താലോലിക്കാനും സംഗീതത്തിന്റെയും മറ്റു ആസ്വാദനത്തിന്റെയും ലോകത്ത് കൂടുതൽ സമയം ചെലവഴിക്കാനുമാണ് പുതിയ മനുഷ്യൻ ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിലെ ഓരോ സമയങ്ങളെയും സ്വയം വിചാരണ ചെയ്യുക എന്നാണ് അതിനർത്ഥം. എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ? എന്റെ നിസ്കാരത്തിൽ എനിക്ക് എത്രത്തോളം സൂക്ഷ്മത പുലർത്താൻ സാധിച്ചു? ഞാൻ നോമ്പ് നോറ്റപ്പോ ആ നോമ്പിന്റെ സമ്പൂർണത എത്രത്തോളം എനിക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ ഹജ്ജിന് പോയി തിരിച്ചു വന്നെങ്കിലും ആ ഹജ്ജ് സ്വീകാര്യമായിട്ടുണ്ടോ? നിരന്തരമായി അവനെ തന്നെ വിചാരണ ചെയ്യുന്ന, നിരന്തരമായി ആത്മപരിശോധന നടത്തുന്ന, അള്ളാഹുവിന്റെ നിരീക്ഷണത്തിന് വിധേയമായി നിൽക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ സിട്ടാവിനോട് നീതി പുലർത്തിയിട്ടുണ്ടോ എന്ന് നിരന്തരമായി ആലോചിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരു മനുഷ്യന് മാനസികമായി ഉയർന്നു വരാൻ സാധിക്കുക എന്നിടത്താണ്, അവിടെയാണ് ഒരു സൂക്ഷ്മശാലിയായ ഒരു വിശ്വാസി രൂപപ്പെടുന്നത്. പക്ഷെ ഇന്നത്തെ നമ്മുടെ ജീവിത ചുറ്റുപാടിൽ
അത്തരം ആലോചനകളൊക്കെ അപൂർവമായി കടന്നു വരുന്ന ചില സംഗതികളാണ്. നമുക്കൊരു പക്ഷെ ഒരു മാരകമായ രോഗം പിടിവിടുമ്പോൾ നിസ്കാരത്തെ കുറിച്ചൊക്കെ വലിയ ഓർമ്മ വരും. നമുക്ക് വലിയൊരു പ്രതിസന്ധി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അപ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ സമയം കണ്ടെത്തും. പരീക്ഷണങ്ങൾ വരുമ്പോ അപ്പോൾ തന്റെ സിട്ടാവിനെ ഓർക്കാനും, സന്തോഷങ്ങൾ വരുമ്പോ ഈ സന്തോഷവും സൗകര്യവും അനുഗ്രഹവും ഒക്കെ എന്റെ സിട്ടാവ് എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിവോടുകൂടി നന്ദി ചെയ്യുവാൻ പോലും പലപ്പോഴും നമുക്ക് സമയം കിട്ടാറില്ല. ഇങ്ങനെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് ഇങ്ങനെ താറുമാറാകപ്പെടുന്ന തന്റെ സിട്ടാവിനെ കുറിച്ചുള്ള ചിന്തകളെക്കാളപ്പുറം ഭൗതികമായ ഈ ചിന്തകൾക്ക് പിറകെ, ആസ്വാദനങ്ങൾക്ക് പിറകെ ആർത്തിയോടുകൂടി സഞ്ചരിക്കുന്ന അങ്ങനെ ഒരു കാലഘട്ടം ലോകത്ത് കടന്നു വരുമ്പോഴാണ് ഒരു സമൂഹം എത്രത്തോളം ദുഷിക്കുന്നുവോ ആ ദുഷിപ്പിന്റെ ഏറ്റവും അവസാനത്തെ മൂർത്തിമത് ഭാവത്തിലേക്ക് ഒരു സമൂഹം എത്തിച്ചേരുമ്പോഴാണ് ലോകം അന്ത്യനാളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം കൂടി ചേർത്തു വെക്കുമ്പോഴാണ് ബഹുമാനരായ അൻവർ മുഹീദ്ദീൻ ഹുദവി പോലെയുള്ള നമ്മുടെ പണ്ഡിതന്മാർ ഇത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് ഇനി എത്ര കാലം എന്നതിനെ കുറിച്ചുള്ള നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു, എത്ര അടയാളങ്ങൾ ഇന്ന് പ്രത്യക്ഷമായിരിക്കുന്നു, ഈ ലോകത്തിന്റെ അന്ത്യത്തിന് തുടക്കം കുറിക്കുന്ന അതിന്റെ മുന്നോടിയായി കണ്ടുവരുന്ന അടയാളങ്ങൾ, ചിഹ്നങ്ങൾ, സമൂഹത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അതെത്രത്തോളം ഇന്ന് നേർക്കുനേർ ദൃശ്യമായിരിക്കുന്നു എന്ന കണക്കുകൂട്ടലിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നത്. ഇന്നൊരു ആർത്തിയുടെ ലോകത്താണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആർത്തിയുടെ ലോകം എന്ന് പറയുന്നത് ഒരു നമ്മുടെ മലയാളത്തിൽ തന്നെയുള്ള ഒരു പ്രമുഖനായ ഒരു എഴുത്തുകാരൻ, നിരീശ്വരവാദിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം മനുഷ്യർക്കിടയിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആർത്തിയെക്കുറിച്ച് അദ്ദേഹം ഒരു പഠനം നടത്തി, ഒരു പുസ്തകരചന നടത്തി. ആ പുസ്തകത്തിന്റെ ചർച്ചക്കൊടുവിൽ അദ്ദേഹം ആ പുസ്തകം അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന ആർത്തി കൊണ്ട് ആർത്തിമൂത്ത് സ്വന്തം മാതാപിതാക്കളെ പോലും വിൽപ്പനക്ക് തയ്യാറാക്കി വെക്കുന്ന തലത്തിലേക്ക്, ചൂഷണം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന തലത്തിലേക്ക്, മാതാപിതാക്കൾ പോലും അങ്ങനെ ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു തലത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുമ്പോ ഈ ആർത്തിയെ അറിവ് വരുത്താൻ എന്തുണ്ട് മാർഗം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ഒരു നിരീശ്വരവാദി, മതവിശ്വാസിയല്ലാത്ത, ദൈവവിശ്വാസിയല്ലാത്ത ഒരാൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായും കൂടുതൽ എവിടെയും എത്തിച്ചേരാൻ കഴിയില്ല. എങ്കിലും ഇദ്ദേഹം ചർച്ച ചെയ്ത് അവസാനം എത്തിച്ചേരുന്നത് ഈ ആർത്തിയോടുകൂടി സമ്പത്തിന് പിറകെ, ആസ്വാദനത്തിന് പിറകെ, വലിയ വലിയ വാഹനങ്ങൾക്ക് വേണ്ടി, കൊട്ടാരങ്ങൾക്ക് വേണ്ടി, നല്ല ഭക്ഷണങ്ങൾക്ക് വേണ്ടി ഓടി അടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈ ആർത്തിക്കൊരു നിയന്ത്രണം വരുത്താനുള്ളൊരു മാർഗമായി ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, ഞാൻ മരണപ്പെട്ടു പോകും എന്നൊരു ബോധത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കാൻ കഴിയും. എത്ര സമ്പാദിച്ചാലും, എത്ര വലിയ കൊട്ടാരങ്ങൾ പണിതാലും, എത്ര ശീതീകരിച്ച വിലപിടിപ്പുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ അവസരമുണ്ടായാലും, ഇന്നത്തെ പുതിയ വിപണിയിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന നല്ല വസ്തുക്കളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ വാങ്ങാൻ അവസരമുണ്ടായാലും, ഇതെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസം എനിക്ക് വരാനുണ്ട് എന്ന ചിന്തയിലേക്ക് ഒരു മനുഷ്യൻ എത്തിച്ചേരാൻ സാധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ അവന്റെ ആർത്തിയെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് ഇദ്ദേഹം കണ്ടെത്തുന്നു. ആ മനുഷ്യന്റെ ആവശ്യത്തിന് നീഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നു, ഇനി ഭാവിയിൽ മനുഷ്യന്റെ സാധാരണ ഭാഷകൾ ഉപയോഗിക്കുന്നിടത്ത് ആവശ്യം, നീഡ് എന്നതിന് പകരം ഇനി ഗ്രീഡ് എന്നാണ് ഉപയോഗിക്കുക. ആവശ്യം എന്നൊരു വർത്താനം ഉണ്ടാവില്ല, ഇനി ആർത്തി എന്നാണ് അതിന് സാധാരണ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുക. അത്രയും ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. ഈ ആർത്തിയെ നിയന്ത്രിക്കാൻ വേണ്ടി മരണമാണ്, എനിക്ക് മരണം സംഭവിക്കാനിരിക്കുന്നു എന്നൊരു ചിന്ത മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതൊക്കെ നിയന്ത്രിക്കാൻ കഴിയും. എത്ര സമ്പാദിച്ചിട്ടുണ്ട് അതൊക്കെ അവസാനിക്കുന്ന ദിവസം ഉണ്ടല്ലോ എന്നൊരു ചിന്തയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അത് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇദ്ദേഹം പറഞ്ഞു. വീണ്ടും അദ്ദേഹം പറയാണ്, ഈ മരണത്തെ ആരാ ഓർമ്മപ്പെടുത്തുക?
ഈ മരണത്തെ ഓർമ്മപ്പെടുത്താൻ എന്താണ് വഴി? നിരീശ്വരവാദിയായ ഈ എഴുത്തുകാരൻ വീണ്ടും പറഞ്ഞു വെക്കുന്നു, എന്റെ കുട്ടിക്കാലത്ത് മുസ്ലിങ്ങൾക്കിടയിൽ മതപ്രഭാഷണ പരിപാടികൾ ഞാൻ കാണാറുണ്ടായിരുന്നു. പാതിരാത്രികളിൽ ഓരോ മുസ്ലിം വീടുകളിലുള്ള സ്ത്രീ പുരുഷന്മാർ മുഴുവനും ആ മതപ്രഭാഷണ പരിപാടിക്ക് പോകും. കൊച്ചു കുട്ടികളെയും കൊണ്ട് പായയും കൊണ്ടാണ് പോവുക. എന്നിട്ട് ഇതേപോലെയുള്ള പറമ്പുകളിൽ മതപ്രഭാഷണം കേൾക്കാനിരിക്കും സ്ത്രീകളും പുരുഷന്മാരും. അവരുടെ കൈക്കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അവിടെ തൊട്ടടുത്തൊരു പായ വിരിച്ചുകൊണ്ട് അവിടെ കിടത്തി ഉറക്കും. എനിക്ക് ചെറിയ കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ വഴുതിന് പോണില്ല എന്ന് പറയുന്ന പരിപാടി അന്ന് ഉണ്ടായിരുന്നില്ല. കുടുംബസമേതം മതപ്രഭാഷണ പരിപാടികളിലേക്ക് പങ്കെടുക്കും. എന്നിട്ട് ആ മതപ്രഭാഷണ പരിപാടികളിൽ അന്ന് ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള, അഥവാ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള, ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട മതപരമായ വിജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അതോടൊപ്പം മനുഷ്യന്റെ മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ച്, മഹ്ശറയെ കുറിച്ച്, സ്വർഗ നരകങ്ങളെ കുറിച്ച്, വിചാരണയുടെ നാടുകളെ കുറിച്ചൊക്കെ ഉത്ബോധനം നടത്തിയിട്ട് അവസാനം പ്രാർത്ഥനാപൂർവം പാതിരാത്രികളിൽ, നിശബ്ദമായ പാതിരാത്രിയിൽ അവരെല്ലാം തങ്ങളുടെ ദൈവത്തിലേക്ക്, സിട്ടാവിലേക്ക് കൈയുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിരിയുന്ന ദിവസങ്ങൾ. ആ മതപ്രഭാഷണ പരിപാടികൾ ആഴ്ചകൾ, രണ്ടാഴ്ചകൾ, മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ദീർഘമായ പ്രഭാഷണ പരിപാടികൾ. ഇദ്ദേഹം പറയുന്നു, അത്തരം ഒരു പരിപാടിയുമായി മുസ്ലിം സമൂഹത്തിനിടയിൽ ഒരു വലിയ വിഭാഗമുണ്ടായിരുന്നു. ആ മതപ്രഭാഷണ പരിപാടികൾ സ്വാഭാവികമായും മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതും മരണത്തെക്കുറിച്ച് ഓർക്കുന്ന ഒരു വിശ്വാസിക്കുണ്ടാകുന്ന സ്വാഭാവികമായ അവന്റെ ജീവിതത്തിലെ അച്ചടക്കമൊക്കെ നിലനിർത്താൻ ആ മതപ്രഭാഷണ പരിപാടികൾക്ക് സാധിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഇന്നും മതപ്രഭാഷണ പരിപാടികൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ പ്രയോഗിക്കുന്നില്ല. എന്നിട്ടൊരു നിരാശാജനകമായ രീതിയിൽ അവസാനം അദ്ദേഹം പറയാൻ, ഇന്നത്തെ സമൂഹത്തിൽ, ഇന്നത്തെ പുതിയ ലോകത്ത് മരണത്തെക്കുറിച്ച് ജനങ്ങളോട് ഓർമ്മപ്പെടുത്തുന്ന ഏക വിഭാഗം ഇൻഷുറൻസ് കമ്പനിക്കാരാണ്. അവരെടുത്ത് ഒരുപാട് പോളിസി ഉണ്ട്. ബൈക്ക് ആക്സിഡന്റ് മരിച്ചാൽ ഇത്ര രൂപ കിട്ടും, വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് മരിച്ചാൽ ഇത്ര രൂപ കിട്ടും, ബിസിനസ്സുകാരനായിരിക്കാൻ മരിച്ചാൽ ഇത്ര രൂപ കിട്ടും. അപ്പൊ അതിലും ഒരു സ്വാർത്ഥതയുണ്ട്, അതിലും ഒരു ആർത്തിയുണ്ട്. ഇദ്ദേഹം പറയുന്നു, ആകെ ഇന്ന് മരണവുമായി ബന്ധപ്പെടുത്തിയിട്ട് മനുഷ്യനോട് സംസാരിക്കുന്നത് ഈ വിഭാഗം മാത്രമാണ്. ഞാനിത് പറഞ്ഞു വന്ന കാര്യം ഇതിനൊരു കാര്യം ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ മഞ്ചേരിയിൽ ഒരു മാരക രോഗം പിടിപെട്ട ഒരു സഹോദരൻ ഒരുപാട് കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ഒരു പരിധിവരെ അദ്ദേഹത്തിന്റെ രോഗത്തിന് ശമനമുണ്ടായി. എന്നാലും സമ്പൂർണമായ രോഗശമനം കിട്ടാതെ വന്നപ്പോ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ആരോ പറഞ്ഞു കൊടുത്തു, ഒരുപാട് മരുന്നൊക്കെ കഴിച്ചിട്ട് ചികിത്സയും കാര്യങ്ങളൊക്കെ നടക്കുകയാണല്ലോ, നിങ്ങൾ സൗകര്യമുള്ള സമയത്ത് നമ്മുടെ അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാരുടെ അടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ ഒരു സമ്പൂർണ്ണ രോഗശമനാണല്ലോ ആവശ്യം, ഏതായാലും ഇത്രയായല്ലോ, ഇനി പൂർത്തിയാക്കാൻ എന്തെങ്കിലും വഴി ഉസ്താദ് പറഞ്ഞു തരുന്നു. അങ്ങനെ രോഗിയും അദ്ദേഹത്തിന് ഒന്ന് രണ്ട് സുഹൃത്തുക്കളായിട്ട് അത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാരുടെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇനി രോഗമായിട്ട് ചികിത്സയായിട്ട് കുറെ കാലമായിട്ട് നടക്കുകയാണ്, കുറെയൊക്കെ സുഖമായിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നാളും പൂർണ്ണമായിട്ടില്ല. അപ്പൊ അതിനെന്തെങ്കിലും വഴി ഉസ്താദ് പറഞ്ഞു തരുന്നു വിചാരിച്ചു വന്നതാണ്. അപ്പൊ ഈ രോഗിയും രോഗിയെ കൊണ്ടുപോയ ആളും പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ രോഗശമനത്തിന് വേണ്ടിയിട്ടുള്ള ഒറ്റമൂല്യം അവിടുന്ന് പറഞ്ഞു കൊടുക്കും. അത് മരുന്നാവാം, എന്തെങ്കിലും ദിക്റുകളാവാം, അല്ലെങ്കിൽ ആ അർത്ഥത്തിലുള്ള രോഗശമനമാണ് ഇവിടെ ലക്ഷ്യം. പക്ഷെ വളരെ അപ്രതീക്ഷിതമായ ഒരു മറുപടിയാണ് ഉസ്താദിന്റെ അടുത്ത് കിട്ടിയത്. ഉസ്താദ് പറഞ്ഞു, രോഗം വേണം, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, രോഗം വേണം, അപ്പോഴേ അള്ളാഹിന് ഓർമ്മ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. മനുഷ്യന് രോഗം ഉണ്ടാവണം, അപ്പോഴേ അള്ളാഹിന് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് പറയാൻ ഒരു മനുഷ്യന് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ലഭ്യമായിരിക്കുന്ന എന്റെ ശരീരത്തെ കാർന്നുന്ന രോഗം എനിക്ക് എന്റെ സിട്ടാവിനെ ഓർമ്മിക്കാനുള്ള ഒരു കാരണമാണ് എന്ന് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന വലിയൊരു നിയമത്താണ്. അത് അങ്ങനെ തിരിച്ചറിയാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾ നേരെ തിരിച്ചാണ്. ഞാൻ നിസ്കരിക്കുന്നു, നോമ്പ് വെക്കുന്നു, സദഖ കൊടുക്കുന്നു, നാട്ടിൽ ഒരുപാട് ഉപകാരം ഒക്കെ ചെയ്യും, എന്നിട്ട് ഈ രോഗം എനിക്കാണല്ലോ പഠിച്ചോ തന്നത്.
ഈ കഷ്ടകാലം എനിക്കാണല്ലോ വന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ വിവാഹത്ത് കൊണ്ട് എന്താ കാര്യം, എന്റെ നിസ്കാരം കൊണ്ട് എന്താ കാര്യം, എന്റെ സൽക്രമങ്ങൾ കൊണ്ട് എന്താ കാര്യം? ഇതൊന്നും ചെയ്യാത്ത പള്ളിയിലേക്കും വരൂല, നിസ്കരിക്കാനും വരൂല, ദീനുമായിട്ടും വന്നില്ല, ഒന്നുമായിട്ടില്ല, മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ് താനും. ഓനൊരു രോഗമില്ല, ഒരു പനി പോലുമില്ല, ഒരു ജലദോഷം പോലുമില്ല, അന്തസ്സായിട്ട് ഇങ്ങനെ ആരോഗ്യ ദൃഢഗാത്രനായിട്ട് അങ്ങാടിയിലൂടെ നടക്കുകയാണ്. ഈ പരീക്ഷണത്തെ തിരിച്ചറിയാൻ ഒരു വിശ്വാസിക്ക് സാധിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഈ പരീക്ഷണത്തെ തിരിച്ചറിയാൻ സാധിക്കണം. ആ പരീക്ഷണം അത് അള്ളാഹു നൽകുന്ന നിഅമത്താണെങ്കിലും പരീക്ഷണമാണെങ്കിലും ഒരേപോലെ സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരു വിശ്വാസിക്ക് എത്തിച്ചേരാൻ സാധിക്കുക എന്നിടത്താണ് നമ്മുടെ വിജയം. അന്ത്യനാളിൽ മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത്, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്നാണ്. അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണമെന്ന ആ പദത്തിന്റെ അർത്ഥം, ഒരു വിശ്വാസിക്ക് അവന്റെ ഈമാൻ നിലനിർത്തണമെങ്കിൽ അത്രയും വലിയ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സാഹസികമായ ഒരു ദൗത്യമാണ് അവന്റെ ഈമാനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു വിശ്വാസിക്ക് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. കാരണം അവനെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ആവശ്യമായ, അവന്റെ സിട്ടാവിന്റെ ഓർമ്മകളിൽ നിന്ന് നിരന്തരമായി പിന്തിരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ ജീവിക്കുമ്പോ അവിടെയെല്ലാം അതിനതിജീവിക്കാൻ കഴിയുന്ന ഒരു ഈമാൻ നിലനിൽക്കാൻ കഴിയുന്ന തലത്തിലേക്ക് അവന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പ്രേരണയെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ അതിന് സമാനമായ ഒരു നാട്ടിലാണ്, ഒരു സമൂഹത്തിലാണ്, ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതുതായി ഇന്നത്തെ, ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല, ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മുടെ രാജ്യത്ത് പോലും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഭേദഗതി വരുത്താൻ അവകാശമില്ലാത്ത പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത്, ഇസ്ലാമികമായ നിയമങ്ങളിൽ ഭേദഗതി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇറങ്ങിപ്പുറപ്പെടുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല, സ്വാഭാവികമാണ്. ഇതിന് ലോകത്തോളം പഴക്കമുണ്ട്, ഇസ്ലാമിനോളം പഴക്കമുള്ള സംഗതിയാണ് ഇസ്ലാമിനെതിരായ നീക്കങ്ങൾ ശത്രുക്കളുടെ ഭാഗത്തുനിന്ന് എന്നുള്ളത്. അത് സ്വാഭാവികമാണ്. അത് ആര് ഭരിച്ചാലും ആര് ഭരിക്കുന്നു എന്നതിനൊന്നും പ്രധാനമല്ല. കാരണം ഇസ്ലാമിനെതിരായിട്ടുള്ള നീക്കങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇസ്ലാമിനെതിരായ അത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആവശ്യമായ കരുത്തു നേടുക എന്ന് പറയുന്ന വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തുണ്ടാവേണ്ട സമീപനം അത് വളരെ പ്രധാനമാണ്. എന്തു വന്നാലും, എന്ത് നഷ്ടങ്ങൾ സംഭവിച്ചാലും, എന്ത് പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തെ മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആർജവത്തോടുകൂടി അതിനുവേണ്ടി ശബ്ദം മുഴക്കുന്ന മുസ്ലിം സമൂഹം എത്രത്തോളം നമ്മുടെ സമൂഹത്തിലുണ്ട്? ഇസ്ലാമിക ശരീഅത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം വ്യക്തി നിയമം ഉൾപ്പെടെ മാറ്റിത്തിരുത്തണം, ഭേദഗതി ചെയ്യണം എന്ന് പറയുമ്പോൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിമിന്റെ മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന ആളുകൾ കോടതിയിൽ പോയി ഇസ്ലാമിക ശരീഅത്ത് ഭേദഗതി ചെയ്യണം, മുത്തലാഖ് നിരോധിക്കണം, അതേപോലെയുള്ള ചർച്ചകൾ നടത്തുന്നു, ചാനൽ ചർച്ചകൾ നടക്കുന്നു, സെമിനാറുകൾ വരുന്നു, കോടതിയിൽ വ്യവഹാരത്തിന്റെ പിന്തുണ കൊടുക്കുന്നു, അവിടെ പോയി കേസിൽ കക്ഷി ചേരാൻ രംഗത്ത് വരുന്നു. മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയുടെ അനുയായികളായി അതിന്റെ അഹ്ലുകാരാണ് എന്ന് സ്വയം അഭിമാനിക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇപ്പോൾ ആവശ്യം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് അവരുടെ ഈമാൻ ദുർബലപ്പെടുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇവിടുത്തെ ഏറ്റവും വലിയ ശത്രു നരേന്ദ്രമോദി ഒന്നുമല്ല. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശത്രു നരേന്ദ്രമോദിയല്ല. ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിലുള്ള ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ടോ അതേ നരേന്ദ്രമോദിയെ ഭയപ്പെട്ടാൽ മതിയോ എന്നുള്ളതാണ് പ്രശ്നം. അള്ളാഹുവിനെയാണോ ഒരു മുസ്ലിം ഭയപ്പെടേണ്ടത്? അല്ല, നമ്മളെ താൽക്കാലികമായ ലാഭത്തിന് ഇപ്പൊ നല്ലത് മൂപ്പരെ ആദരിക്കലും ബഹുമാനിക്കലും ആണോ? ഇത് രണ്ടിലൊന്നാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ ചോയ്സ്. ഇസ്ലാമിക പണ്ഡിതന്മാർ, ഇസ്ലാമിക ശരീഅത്ത് തന്നെ ഇസ്ലാമിക സമൂഹത്തിന് മുമ്പിൽ ഇക്കാലം അത്രയും പഠിപ്പിച്ചു വന്നിട്ടുള്ള ഇവിടുത്തെ ഒരു വലിയ അടിസ്ഥാനപരമായ സന്ദേശം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടു കഴിഞ്ഞാൽ അവനെ മറ്റുള്ളവർ ഭയപ്പെടും, ആദരിക്കും എന്നുള്ളതാണ്. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സൂക്ഷ്മശാലികളായ ആ ഒരു തലത്തിലേക്ക് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന് വളർന്നു വരാൻ സാധിച്ചു കഴിഞ്ഞാൽ അൻതുമുൽ അലൂൻ ഇൻ കുൻതും മുഅ്മിനീൻ,
അവൻ ഉന്നതനാണ്, അവൻ ഔന്നിത്യം ലഭ്യമാകും. പക്ഷേ ഒരൊറ്റ കണ്ടീഷനാണ് വെച്ചിട്ടത്, അവൻ വിശ്വാസിയാവണം. അവന്റെ വിശ്വാസം ജീവിതത്തിലുടനീളം നിലനിർത്താൻ സാധിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരു മനുഷ്യന് വളരാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ആരെയും ഭയപ്പെടേണ്ടതില്ല. അവനെ മറ്റുള്ളവർ ഭയപ്പെടും, ആദരിക്കും, ബഹുമാനിക്കും. അങ്ങനെ എത്ര ആൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോയി, എത്ര പണ്ഡിതന്മാർ ജീവിച്ചു പോയി, എത്ര സൂഫി വര്യന്മാർ ഈ ലോകത്ത് ജീവിച്ചു പോയി. അവരുടെ ആത്മീയ നേതൃത്വം ഇന്നും ഈ സമൂഹത്തിന് ലഭ്യമാകാൻ കാരണം അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചതുകൊണ്ടാണ്. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇന്നത്തെ പുതിയ സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ ഉദ്ദേശം ഏക സിവിൽ കോഡ് നടപ്പാക്കലൊന്നുമല്ല. ഏക സിവിൽ കോഡ് ഒരിക്കലും ഇന്ത്യയിൽ പ്രായോഗികമല്ല എന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അറിയാവുന്ന ആള് നരേന്ദ്രമോദിയാണ്. ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ അരക്ഷിതരാണ്, വളരെ കഷ്ടപ്പാടിലാണ്, വളരെ പ്രയാസത്തിലാണ് എന്ന് നരേന്ദ്രമോദി പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇന്ത്യയിൽ ഒരു നിയമത്തിന് കീഴിൽ ഏതെങ്കിലും ഒരു സ്ത്രീ സമൂഹം സുരക്ഷിതരാണെങ്കിൽ അത് മുസ്ലിം സ്ത്രീകളാണ്. അത് നമ്മുടെ സമുദായമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതുകൊണ്ട് അങ്ങനെ അവകാശപ്പെടുന്നതല്ല. ഇന്ത്യയിൽ ക്രിസ്ത്യൻ വ്യക്തി നിയമമുണ്ട്, ഹിന്ദു വ്യക്തി നിയമമുണ്ട്, മുസ്ലിം വ്യക്തി നിയമമുണ്ട്, മറ്റു പല സമുദായങ്ങൾക്കും വ്യക്തി നിയമങ്ങളുണ്ട്. ഈ വ്യക്തി നിയമങ്ങൾ ഇവിടെ താരതമ്യം ചെയ്യപ്പെടുമ്പോൾ അറിയാം ഈ വ്യക്തി നിയമങ്ങളിൽ ഏത് വ്യക്തി നിയമമാണ് ഇവിടുത്തെ സ്ത്രീകൾക്ക് ആവശ്യമായ സംരക്ഷണവും സുരക്ഷിതത്വവും സ്വാതന്ത്ര്യവും അവകാശവും കൊടുക്കുന്നത്? മുസ്ലിം വ്യക്തി നിയമമാണ്. ഇവിടെ വിവാഹം, വിവാഹമോചനം, ബഹുഭാര്യത്വം, അനന്തരാവകാശത്വ വീതം വെക്കൽ, ഈ 4 കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് മുസ്ലിം സ്ത്രീകൾ, ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ വലിയ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണ് എന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരണം നടക്കുന്നു. ഞാൻ അങ്ങനെ ഒരു വിഷയാവതരണത്തിന് മുതിരാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗം ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ പല ആളുകളും വിവാഹത്തിലേക്ക് ഒരു പുരുഷൻ വിവാഹം ചെയ്യണമെങ്കിൽ തന്നെ ആ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് എന്തെല്ലാം ഘട്ടങ്ങൾ പൂർത്തിയാവണം? അടിസ്ഥാനപരമായി ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ഭാര്യയുടെ സമ്പൂർണമായ സുരക്ഷിതത്വവും അവരുടെ അവകാശവും വകവെച്ചു കൊടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ആത്മവിശ്വാസമുള്ളോ മാത്രമാണ് വിവാഹം കഴിക്കേണ്ടത് തന്നെ. അല്ലാത്ത നോമ്പ് പോയിട്ട് നടന്നോട്ടെ എന്നാ പറഞ്ഞത്. വിവാഹം കഴിക്കാനുള്ള മാനദണ്ഡം അതാണ്. പിന്നെ വിവാഹമുള്ളിടത്ത് സ്വാഭാവികമാണ് വിവാഹമോചനം ഉണ്ടാവും. അതിന് മുസ്ലിങ്ങളുടെ രോഗമൊന്നുമല്ല, മുസ്ലിങ്ങളുമായിട്ട് ബന്ധ പ്രശ്നമൊന്നുമല്ല. ഇവിടെ വലിയ വലിയ പുരോഗമനവാദികളൊക്കെ വിവാഹമോചനം നടത്താൻ വേണ്ടി കോടതിയിൽ വരുന്നത് 1-2 പത്രത്തിൽ വരാറുണ്ടല്ലോ. എന്തേ ആ വിവാഹമോചനമൊന്നും ഇവിടെ ആർക്കും ചർച്ചയില്ലേ? എന്നാൽ ആ വിവാഹമോചനത്തെക്കാൾ എത്രയോ പ്രായോഗികമായ ബുദ്ധിപരമായ വിവാഹമോചന രീതിയാണ് പരിശുദ്ധ ഇസ്ലാം വകവെച്ചു കൊടുക്കുന്നത്. വിവാഹമോചനം നടത്തണമെങ്കിൽ തന്നെ അതിന്റെ മുമ്പുള്ള ഒരുപാട് ഘട്ടങ്ങൾ പൂർത്തിയാക്കണം. ആ ഘട്ടങ്ങൾ പൂർത്തിയാക്കിയിട്ട് ഇനി ഒരു തൊലാക്ക് ചൊല്ലിയാൽ തന്നെ ഇനി രണ്ടാമതും ആ ദാമ്പത്യ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന ഒരാഗ്രഹം ഇരുവിഭാഗത്തിനുമിടയിൽ ഉടലെടുത്തു കഴിഞ്ഞാൽ അതിനും അവസരമുണ്ട്. ഈ കോടതി പോയി ഞങ്ങൾ പരിപാടിയൊക്കെ അവസാനിപ്പിക്കുകയാണ്, വിവാഹമോചനം എന്ന് പറഞ്ഞിട്ട് കോടതി മുഖേന വിവാഹമോചനം നടത്തിയ ആൾ 2 മാസം കഴിഞ്ഞിട്ട് അല്ല ഞങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേരാൻ പോവാണ് എന്ന് തീരുമാനിച്ചാൽ എന്താ ചെയ്യാ? എന്ത് നിയമമാണ് ഉള്ളത്? പ്രായോഗികമായ നിയമം ഇസ്ലാമിലുള്ളത്. പ്രായോഗികമായ നിയമം ഇസ്ലാമിലുള്ളത്. ബഹുഭാര്യത്വത്തിന്റെ പേരിൽ പരിഹസിക്കുന്നു. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ 3-4 കെട്ടാൻ വേണ്ടി സൗകര്യം ചെയ്ത് കൊടുക്കുന്ന ഒരു മതമാണ്. ഈ പാപ്പിപ്പാറ ആലുകുന്നത്ത് എത്ര ആൾ 4 പെണ്ണിട്ടിട്ടുണ്ട്? വളരെ അപൂർവങ്ങളിൽ അപൂർവം, ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. 2 കല്യാണം കഴിച്ചവരത്ര ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുണ്ടാവും. ഇത് ഏതെങ്കിലും ഒരു നാട്ടിലെ ഒരു ചുറ്റുപാടിലും സംസ്ഥാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമല്ല. ലോകത്തെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ 1500 കൊല്ലങ്ങളായി ഇക്കാലം അത്രയും നിലനിൽക്കുന്ന ഒരുപാട് സമൂഹങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ, ഒരുപാട് ചുറ്റുപാടുകൾ, ഒരുപാട് സാമൂഹ്യ സാഹചര്യങ്ങൾ അങ്ങനെ ലോകത്ത് വന്നിട്ടുണ്ടല്ലോ. 4 കല്യാണം കഴിച്ചാലും മതി വരാത്ത സാമൂഹ്യ ചുറ്റുപാടുകൾ നമ്മുടെ രാജ്യത്ത് ലോകത്തുണ്ടായിട്ടുണ്ടല്ലോ. യുദ്ധങ്ങളിലൂടെ ഒരുപാട് പുരുഷന്മാർ കൊല ചെയ്യപ്പെട്ട കാലം. ജനസംഖ്യാപരമായി പുരുഷന്മാർ കുറവും സ്ത്രീകൾ കൂടുതലും. എന്താ അവിടുത്തെ പ്രായോഗികമായ പരിഹാരം? അവിടെ ഉള്ള പുരുഷന്മാര് ബാക്കിയുള്ള സ്ത്രീകളൊക്കെ വിവാഹം കഴിച്ചിട്ട് അവരുടെ സുരക്ഷിതത്വവും അവരുടെ സംരക്ഷണം ഏറ്റെടുക്കലല്ലേ അവിടുത്തെ പ്രായോഗിക പരിഹാരം? അല്ല അവിടെ ബഹുഭാര്യത്വം നിരോധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? ഒരു വലിയ സ്ത്രീ സമൂഹം അവിടെ അരക്ഷിതരാവസ്ഥയിലേക്ക് പോവുകയാണ്.
അപ്പൊ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഉപയോഗപ്പെടുത്താനുള്ള നിയമപരമായ ചില പഴുതുകൾ ഇസ്ലാമിക ശരീഅത്ത് വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ആ വകവെച്ചു കൊടുത്തത് ഒരു നാടിന് വേണ്ടിയിട്ടല്ല, ഒരു പ്രദേശത്തിന് വേണ്ടിയിട്ടല്ല, ഒരു കാലത്തിന് വേണ്ടിയിട്ടല്ല. യുഗാന്തരങ്ങൾ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹ്യ ചുറ്റുപാടുകളെല്ലാം, ആ സാമൂഹികമായ വെല്ലുവിളികളെല്ലാം നേരിടാൻ പ്രായോഗികമായിട്ടുള്ള ഒരു ശരീഅത്താണ് ഇസ്ലാം വകവെച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സ്വത്ത് വീതം വെക്കുന്ന കാര്യത്തിലും അങ്ങനെ തന്നെയല്ലുള്ളത്. ഇവിടെ വ്യാപകമായി ആ സ്വത്തും വീതം വെക്കുന്ന വിഹിതം മാത്രം എടുത്ത് പൊക്കി കാണിച്ചിട്ടാ പറയുന്നത് സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. ആ ഭാഗം മാത്രം പൊക്കി എടുത്തിട്ട് പറയാം സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ല. കാരണം എന്താണ്? പുരുഷന്റെ പകുതിയെ സ്ത്രീയെ കൊടുക്കണുള്ളൂ, പുരുഷന്റെ പകുതിയെ സ്ത്രീയെ കൊടുക്കണുള്ളൂ. സത്യത്തിൽ ഇസ്ലാമിൽ സ്ത്രീക്ക് അനുമതി കൊടുത്തിട്ടുള്ള ഇസ്ലാമിൽ സ്ത്രീയുടെ സംരക്ഷണത്തെ കുറിച്ച് മുഴുവനായി പരിശോധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പകുതി തന്നെ ഒരു ഗിഫ്റ്റാണ്, ഒരു സമ്മാനമാണ്. അതുകൊണ്ടും കാര്യമില്ല. ഈ കൊടുക്കുന്ന പകുതി എന്ന് പറയുന്നത് അതുപോലും ഒരു പോക്കറ്റ് മണി എന്നൊക്കെ വേണമെങ്കിൽ പറയുന്ന ഒരു സംഗതി മാത്രമാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ വിവാഹം കഴിക്കുന്നവരെ, ഒരു ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെ ആ ഉത്തരവാദിത്വം രക്ഷിതാവ് നിർവഹിക്കുകയാണ്. വിവാഹം കഴിച്ചു കൊടുത്താലോ ആ വിവാഹം കഴിച്ചതിന് ശേഷം ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ് സ്ത്രീയുടെ ഭക്ഷണം, താമസം, ചികിത്സ. ആ സ്ത്രീയുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തിനധികം സ്വന്തം തടിക്ക് കൊടുക്കേണ്ട ഫിത്ർ സക്കാത്ത് പോലും ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കണം. അതിന്റെ തടിന്റെ സക്കാത്തല്ല, അതെങ്കിലും കൊടുക്കുന്നു ഭർത്താവിന് പറയാൻ പറ്റുമോ? ഇല്ല, അതും ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കണം. സ്വന്തം ശരീരത്തിനുള്ള ഫിത്ർ സക്കാത്ത് പോലും ഭർത്താവ് വാങ്ങിച്ചു കൊടുക്കണം. ആ സ്ത്രീയുടെ സമ്പൂർണമായ സുരക്ഷിതത്വം ഭർത്താവിന്റെ ചുമതലയിലാണ്. ഇതിന് ഏറ്റവും വളരെ പ്രായോഗികമായ ഒരു ഉദാഹരണം നമ്മളിപ്പോ നേർക്കുനേർ കാണാറുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾ ഉംറക്കും ഹജ്ജിനും പോകലുണ്ട്. ഏത് ഉംറ ഗ്രൂപ്പ് പരിശോധിച്ച് നോക്കിയാലും സ്ത്രീകളാവും കൂടുതൽ. ഏത് ഹജ്ജ് ഗ്രൂപ്പ് പരിശോധിച്ച് നോക്കിയാലും സ്ത്രീകളാവും കൂടുതൽ. 100 ഹാജിമാര് പോകുന്നുണ്ടെങ്കിൽ 70 പെണ്ണുങ്ങളും 30 ആണുങ്ങളും. എന്താ അവർക്കൊന്നും ഭർത്താക്കം വരില്ലാത്തോണ്ടാ? ഒരു ഉമ്മാനോട് ചോദിക്കുക, അല്ല നിങ്ങളെ പുതിയാപ്പിളത് ഒരു ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളിപ്പോ എന്താ ഹജ്ജിന് പോകാൻ കാരണം? മൂപ്പർക്ക് ഒരുപാട് കടവും കള്ളി ഇടപാടിലൊക്കെ തീർക്കാണ്ട് എനിക്കിന്റെ പാപ്പാന്റെ ഊരിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഹജ്ജിന് പോവാണ്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കടം വീട്ടിലൊന്നും ഒരു ബാധ്യതയില്ല. ആ സ്ത്രീയുടെ സ്വന്തം സ്വത്താണ്. ആ സ്ത്രീയുടെ ഇഷ്ടം പോലെ ചെലവഴിക്കാം. നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നേർ കാണുന്ന അനുഭവമല്ലേ? IT മേഖലയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. IT മേഖലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ നല്ല കാലിബറുള്ള നല്ല കഴിവുള്ള ചെറുപ്പക്കാരാണെങ്കിൽ ആ കുട്ടികൾ 18 or 20 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് ഇവർക്ക് നല്ല IT വിദഗ്ധനായിട്ട് ജോലി കിട്ടും. IT കമ്പനികളിൽ ഇന്ത്യയിലുണ്ട്, വിദേശത്തും. 4-5 ലക്ഷം രൂപയുടെ ഒരു മാസം ശമ്പളം, ഒരു മാസത്തെ ശമ്പളം 4-5 ലക്ഷം രൂപ ഒരു മാസത്തെ ശമ്പളം കിട്ടും. ഇവനാകെ 20 വയസ്സേ ഉണ്ടാവുള്ളൂ. കാരണം അത്രയും മിടുക്കരായ കുട്ടികൾക്ക് 4-5 ലക്ഷം രൂപ ഒരു മാസം ശമ്പളം കിട്ടുകയാണ്. അവനടക്കം താമസിക്കുന്ന ഇന്ത്യ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെ ഉത്തരവാദിത്തമുള്ള ഈ രാജ്യത്തിന്റെ പ്രഥമ പൗരൻ എന്ന് പറയപ്പെടാവുന്ന ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജി. ആ ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നാ പറയുന്നത്. ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ പേരെഴുതുകയാണെങ്കിൽ ആദ്യം ഇയാളെ പേര് എഴുതുന്നുണ്ട്. പ്രഥമ പൗരനാണ്, ഒന്നാമത്തെ ആളാണ്. കരസേനയുടെ, വ്യോമസേനയുടെ, നാവികസേനയുടെ, ഈ രാജ്യത്തിന്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളുടെയും ഒക്കെ അധിപൻ ഇന്ത്യൻ പ്രസിഡന്റാണ്. ഈ രാജ്യത്തൊരു നിയമനിർമ്മാണം നടത്തി പുതിയൊരു നിയമം പാസാക്കി. ആ നിയമത്തിലും ഈ പ്രസിഡന്റിന്റെ കയ്യൊപ്പുവെക്കാതെ അത് രാജ്യത്ത് നിയമമാകണില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ മുകളിൽ നിൽക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്തെല്ലാം സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും ഉണ്ടോ അതിനേക്കാളെല്ലാം കൂടുതൽ ആനുകൂല്യം കിട്ടേണ്ട ആളാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ 20 വയസ്സുകാരൻ 5 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ 5ൽ 1 വിഹിതമൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇന്ത്യൻ പ്രസിഡന്റിന്റെ ശമ്പളം. ശരിക്കും അങ്ങനെ പോരല്ലോ. ഇയാളല്ലേ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങേണ്ടത്, ഇയാൾക്കല്ലേ ഏറ്റവും കൂടുതൽ സുഖസൗകര്യം ഉണ്ടാവേണ്ടത്. നമ്മുടെ ഈ പാപ്പിനിപ്പാർ ആൽകുന്ന് പഠിച്ചിട്ടുള്ള IT വിദഗ്ധനായിട്ടുള്ള ചെറുപ്പക്കാരൻ നാളെ അമേരിക്കയിലോ ലണ്ടനിലോ പോയിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ എഞ്ചിനീയർ ആയിട്ട് കയറി കഴിഞ്ഞാൽ അവന് 4-5 ലക്ഷം രൂപ ശമ്പളം വാങ്ങുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ആ ശമ്പളം വാങ്ങുമ്പോ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന് കിട്ടുന്ന ശമ്പളം 1 ലക്ഷം രൂപ തികണില്ല. എന്താ, അതൊരു വിവേചനല്ലേ?
എന്താ കാരണം? എന്താണ് കാരണം? ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഭക്ഷണം ഈ ഗവൺമെന്റ് കൊടുക്കണം, ഇന്ത്യൻ പ്രസിഡന്റിന്റെ താമസം ഈ ഗവൺമെന്റ് കൊടുക്കണം, ഇന്ത്യൻ പ്രസിഡന്റിന് ചികിത്സ ഉണ്ടായി ഈ ഗവൺമെന്റ് കൊടുക്കണം, ഇന്ത്യൻ പ്രസിഡന്റ് എങ്ങാണ്ടിൽ ടൂർ പോകണം ഗവൺമെന്റ് കൊടുക്കണം, ഇന്ത്യൻ പ്രസിഡന്റിന്റെ ജീവിതത്തിൽ രാപ്പകൽ ഭേദമന്യേ അദ്ദേഹത്തിന്റെ ചലനചലാവസ്ഥകൾ മുഴുവൻ എന്തെല്ലാം സാമ്പത്തികമായ ചെലവുകളും സൗകര്യങ്ങളും വേണോ അതെല്ലാം ഇന്ത്യ ഗവൺമെന്റ് വകവെച്ചു കൊടുക്കണം. അപ്പൊ പിന്നെന്തിനാ ശമ്പളം? അവരുടെ പോക്കറ്റിലിടാൻ. ആ ശമ്പളം ഉപയോഗിക്കാൻ ഇദ്ദേഹത്തിന് ആവശ്യം ഉണ്ടാവില്ല, അതൊരു പോക്കറ്റ് പണിയാണ്. സത്യത്തിൽ ഇതിന് സമാനമല്ലേ ഇസ്ലാം ശരീഅത്ത് അനുവദിക്കുന്ന മുസ്ലിം സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിന് സമാനമല്ലേ ഇത്രയും വലിയൊരു ബഹുമതി ഇസ്ലാമിക ശരീഅത്തല്ലേ ഒരു സ്ത്രീക്ക് അനുവദിച്ചു കൊടുക്കുന്നത്? അവരുടെ ഭക്ഷണം ഭർത്താവ് കൊടുക്കണം, താമസം ഭർത്താവ് കൊടുക്കണം, ചികിത്സ ഭർത്താവ് കൊടുക്കണം, യാത്ര ഭർത്താവ് നിറവേറ്റി കൊടുക്കണം, എന്ത് ആഗ്രഹാഭിലാഷങ്ങൾ ഉണ്ടെങ്കിലും ഭർത്താവ് ചെയ്തു കൊടുക്കണം. ഇന്ന് രാവിലെ ഒരു കല്യാണം ഉണ്ടായി. 11 മണിയാകുമ്പോൾ ഭാര്യ കല്യാണത്തിന് പോയി. ഒരു 5 മണിയാകുമ്പോൾ തിരിച്ചു വരികയാണ് ഭാര്യ. അപ്പൊ ഇന്നത്തെ ഉച്ചഭക്ഷണം ശരിക്കും ഭർത്താവാ കൊടുക്കേണ്ടത്, കല്യാണത്തിന് പോയതുകൊണ്ട് കൊടുക്കേണ്ടി വന്നില്ല. ഇന്നത്തെ ഉച്ചഭക്ഷണവും ഇന്നത്തെ ഉച്ചയുടെ ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഉൾപ്പെടെ ഭർത്താവിനുണ്ട്. പക്ഷെ ഭാര്യ കല്യാണത്തിന് പോയ കാരണത്താൽ ഇന്ന് ഉച്ചഭക്ഷണം ഭർത്താവിന് ചെലവ് കൊടുക്കേണ്ടി വന്നില്ല. ഭാര്യ വൈകുന്നേരം ഭർത്താവിനെ വിളിച്ചു പറയാം, ഞാൻ കല്യാണം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്, ഇന്നത്തെ ഉച്ചഭക്ഷണം ശരിക്കും തരേണ്ടത് നിങ്ങളാണ്, കല്യാണത്തിന് പോയതുകൊണ്ട് നിങ്ങൾക്ക് ആ ചെലവ് വന്നിട്ടില്ല, അതുകൊണ്ട് അതിന് പകരമായിട്ട് രാത്രി മഞ്ചേരിന്ന് വരുമ്പോൾ ബ്രോസ്റ്റും വാങ്ങി വന്നോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഇദ്ദേഹം കൊണ്ടുവന്ന് കൊടുക്കണം. ഞാൻ സ്ത്രീകൾ കച്ചറുണ്ടാക്കാൻ വേണ്ടി പറയല്ല, അതാണ് രീതി. അതാണ് അത്രയും ഒരു ഭാര്യയുടെ സ്ത്രീയുടെ ഈ സുരക്ഷാവകാശങ്ങൾ മുഴുവനും ഈ സ്ത്രീക്ക് വകച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ സംരക്ഷണവും വകവെച്ചു കൊടുക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആ സ്ത്രീക്കാണ് പിന്നെ സ്വന്തം പിതാവിന്റെ അനന്തരാവകാശ സ്വത്തായിട്ട് പുരുഷന്റെ പകുതിയായിട്ടുള്ള സ്വത്ത് കിട്ടുന്നത്. ഈ സ്വത്ത് കൊണ്ട് ഈ സ്ത്രീക്കുള്ള ഉപയോഗം എന്താണ്? ആ സ്ത്രീയുടെ ഇഷ്ടാനുസരണം നിർവഹിക്കാം. ഭർത്താവിന്റെ കടം വീട്ടാൻ നിർബന്ധമില്ല, അതൊക്കെ അവരുടെ ആഗ്രഹം അനുസരിച്ചാണ്. ഇതിന് സമാനമായ ഒരു സ്വത്ത് വീതം വെക്കുന്ന ഒരു രീതി ഏത് മതത്തിലാണുള്ളത്? ഏത് വ്യക്തി നിയമത്തിലാണുള്ളത്? ഏത് സമൂഹത്തിലാണെന്ന് പ്രായോഗികമായിട്ടുള്ളത്? സത്യസന്ധമായി ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ ഇത്രയും യുക്തിബദ്ധമായ ഒരു ശരീഅത്ത് നിയമം ഇവിടെ ഉണ്ടായിരിക്കെ ആ ശരീഅത്ത് നിയമത്തിൽ ആത്മവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ഇത്രയും വലിയൊരു ജീവിത പദ്ധതിയാണ് എന്റെ സിട്ടാവ് എനിക്ക് വകവെച്ച് നൽകിയിട്ടുള്ളത് എന്ന തിരിച്ചറിവോടുകൂടി ആ അള്ളാഹുവിനെ ആരാധിക്കുവാനും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിക്കാനും യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പരിശ്രമമാണ്, അധ്വാനമാണ് നമ്മൾ നടത്തേണ്ടത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു നിയമത്താണ് ഈ പരിശുദ്ധമായ ദീനിൽ ജനിക്കാനും ജീവിക്കാനും സൗഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളത്. ആ ദീനിന്റെ ചിട്ടകൾക്ക് വിധേയമായി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തിയോടുകൂടി ആ വിശ്വാസത്തിന്റെ സമ്പൂർണതയോടുകൂടി കാമിലായ ഈമാനോടുകൂടി മരണപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുക. അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മതപ്രഭാഷണ പരിപാടികളും മറ്റുമൊക്കെ SKSFന്റെ പ്രവർത്തകന്മാർ സംഘടിപ്പിക്കുന്നതിന്റെ ആത്യന്തികമായ താല്പര്യം എന്ന് പറയുന്നത് നമ്മുടെ യഥാർത്ഥ വിശ്വാസിയായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നിരന്തരമായ ഓർമ്മപ്പെടുത്തലുകളാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അതിനെല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണയും സഹായ സഹകരണങ്ങളും ഒക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മുടെ സംഘാടകർക്ക് ഉണ്ടാവണം എന്നുകൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഇത്രയും ഭംഗിയായ രീതിയിൽ കേരളത്തിൽ അറിയപ്പെടുന്ന പ്രമുഖരായ പണ്ഡിതന്മാരെ, പ്രഭാഷകന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ ഒരു കുടുംബ സംഗമം പോലെ ഈ നാടിലും ചുറ്റുഭാഗത്തുമുള്ള സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവളും ചെറുപ്പക്കാരും ഒക്കെ ഒരുമിച്ച് കൂടുന്ന വിപുലമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന എന്റെ പ്രിയപ്പെട്ട ഇവിടുത്തെ SKSFന്റെ ഭാരവാഹികളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു സൽക്രമമായി അള്ളാഹു ഇതിനെ കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ബഹുമാന്യരായ ഒരുപാട് പണ്ഡിതന്മാർ വേദിയിലുണ്ട്, ഇവിടുത്തെ ഒരുപാട് രക്ഷിതാക്കന്മാർ, മുതിർന്ന ആളുകൾ, നിങ്ങളുടെയൊക്കെ അനുമതിയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.